Hello everyone, welcome to Ammo's lecture room. ഇത് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ 10th പാർട്ട് വീഡിയോ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ടോപ്പിക്ക് ലീഗൽ എഫക്റ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കാണാൻ പോകുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെയും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെയും നിയമപരമായിട്ടുള്ള സ്വാധീനത്തെ പറ്റിയാണ്. ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് when registered bind a company and the members to the same extent as if they had signed a contract between them. ഇപ്പോൾ ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സും കമ്പനിയും തമ്മിലൊക്കെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയെന്ന് വെച്ചു, സൈൻ ചെയ്തൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്തൊരു ബന്ധമാണോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും രജിസ്റ്റർ ചെയ്യുമ്പോൾ മെമ്പേഴ്സും കമ്പനിയും തമ്മിലുണ്ടാകുന്ന ബന്ധം. ദ എഫക്റ്റ് ഓഫ് ദീസ് പ്രൊവിഷൻസ് ഈസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ത്രൂ ദ മെമ്മോറാണ്ടം ആൻഡ് ദ ആർട്ടിക്കിൾ ഓഫ് എ കമ്പനി എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഈച്ച് മെമ്പേഴ്സ് ആൻഡ് ദ കമ്പനി. അപ്പോൾ ഇങ്ങനൊരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇങ്ങനൊരു മെമ്മോറാണ്ടം അല്ലെ ആർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അതുവഴി കമ്പനിയും അതിലെ ഓരോ മെമ്പേഴ്സും തമ്മിലൊരു കോൺട്രാക്റ്റ് രൂപീകരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഡോക്യുമെന്റ്സിന്റെ, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെയും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന്റെയും കോൺട്രാക്ച്വൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ, മെമ്പേഴ്സ് ടു ദ കമ്പനി. ദ മെമ്മോറാണ്ടം ആൻഡ് ദ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബൈൻഡിങ് കോൺട്രാക്ട് ബിറ്റ്വീൻ ഈച്ച് മെമ്പേഴ്സ് ആൻഡ് ദ കമ്പനി. അതായത് ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും കമ്പനിയിലെ ഓരോ മെമ്പേഴ്സിനെയും കമ്പനിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കോൺട്രാക്റ്റ് രൂപീകരിക്കുന്നു. ദ എഫക്റ്റ് ഓഫ് ദിസ് ഈസ് ദാറ്റ് ഈച്ച് മെമ്പേഴ്സ് ഈസ് ബൗണ്ട് ടു ദ കമ്പനി ആസ് ഇഫ് ഹി ഹാസ് ആക്ച്വലി സൈൻ ദ മെമ്മോറാണ്ടം ആൻഡ് ദ ആർട്ടിക്കിൾ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താന്ന് വെച്ചാൽ കമ്പനിയിലെ ഓരോ മെമ്പേഴ്സിനും കമ്പനിയോട് ബാധ്യത കാണും. അവർ ആ ഒരു മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും സൈൻ ചെയ്ത് കൊടുത്തതുപോലെ അവർക്ക് ബാധ്യത കാണും. രണ്ടാമത്തെയാണ് കമ്പനി ടു ദ മെമ്പേഴ്സ്. എ കമ്പനി ഈസ് ബൗണ്ട് ടു ദ മെമ്പേഴ്സ് ബൈ ദ വേരിയസ് പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ മെമ്മോറാണ്ടം ആൻഡ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇൻ ദ സെയിം വേ ആസ് ദ മെമ്പേഴ്സ് ആർ ബൗണ്ട് ടു ദ കമ്പനി. നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ പോയിന്റിൽ കണ്ടു എങ്ങനെയാണ് മെമ്പേഴ്സ് കമ്പനിയോട് ബാധ്യതയുള്ളവരായി ഇരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഈ കമ്പനിക്ക് കമ്പനിയിലെ മെമ്പേഴ്സിനോടും ബാധ്യതയുണ്ട്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും പറയുന്ന വേരിയസ് പ്രൊവിഷൻസ് അനുസരിച്ച് ഈ കമ്പനി മെമ്പേഴ്സിനോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു. എവറി മെമ്പർ ഈസ് എൻടൈറ്റിൽഡ് ടു സ്യൂ ദ കമ്പനി ടു പ്രിവെന്റ് എനി ബ്രീച്ച് ഓഫ് ദ ആർട്ടിക്കിൾ വിച്ച് വുഡ് എഫക്ട് ദ റൈറ്റ് ആസ് എ മെമ്പർ ഓഫ് ദ കമ്പനി. ഇപ്പോൾ ഈ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ അവകാശത്തെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിയമലംഘനം ആർട്ടിക്കിളിൽ നടത്തുവാണെങ്കിൽ മെമ്പേഴ്സിന് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും അനുസരിച്ച് കമ്പനിക്ക് മെമ്പേഴ്സിനോടും മെമ്പേഴ്സിന് കമ്പനിയോടും കുറേ ബാധ്യതകളുണ്ട്. അതെല്ലാം അവർ കൃത്യമായിട്ട് നടത്തിയിരിക്കണം. ഇതിലെന്തേലും ഒക്കെ ബ്രീച്ച് സംഭവിക്കുകയാണെങ്കിൽ അല്ലെ, അതായത് ഇപ്പം മെമ്പേഴ്സ് കമ്പനിയോടല്ലേ കമ്പനിക്ക് മെമ്പേഴ്സിനോടുള്ള ആ ഒരു ബാധ്യത ഇവരാരേലും കറക്റ്റായിട്ട് നിറവേറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അടുത്താണ് മെമ്പേഴ്സ് ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മൾ കണ്ടു ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും അനുസരിച്ച് കമ്പനിക്ക് മെമ്പേഴ്സിനോടും മെമ്പേഴ്സിന് കമ്പനിയോടും കുറേ ബാധ്യതകളുണ്ട് എന്ന്. അതുപോലെ തന്നെ each members of a company is bound by the memorandum and article on the basis of an implied contract to the അതർ മെമ്പേഴ്സ്. അതായത് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും അനുസരിച്ച് ആ കമ്പനിയിലുള്ള എല്ലാ മെമ്പേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം ബാധ്യത ഉണ്ട്. ബട്ട് സച്ച് എ റൈറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓൺലി ത്രൂ ദ കമ്പനി. ആ ഒരു അവകാശം കമ്പനി വഴി മാത്രമേ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്താണ് കമ്പനി ടു ദ ഔട്ട്സൈഡേഴ്സ്. Article do not constitute any contract between the company and an outsider. This is because an outsider is not a party to the contract and therefore cannot sue on it. ഈ ആർട്ടിക്കിൾ കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റും രൂപീകരിക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഔട്ട്സൈഡേഴ്സ് ഒരു കോൺട്രാക്റ്റിൽ വരുന്ന പാർട്ടിയല്ല.
അതുകൊണ്ട് തന്നെ ഇവർക്ക് കേസ് ഒന്നും കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ എത്രയാണ് ലീഗൽ എഫക്റ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ? അപ്പോൾ ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും അനുസരിച്ച് കമ്പനിക്ക് മെമ്പേഴ്സിനോടും മെമ്പേഴ്സിന് കമ്പനിയോടും മെമ്പേഴ്സിന് പരസ്പരം കുറെ ബാധ്യതകളുണ്ട്. അതിപ്പോൾ ഇവരൊരു നേരിട്ടൊരു കോൺട്രാക്ട് എഴുതി സൈൻ ചെയ്തില്ല എങ്കിലും ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും അനുസരിച്ച് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ബാധ്യതകളുണ്ട്. അതെല്ലാം അവർ കൃത്യമായിട്ട് നിറവേറ്റിയിരിക്കണം. ആൻഡ് അതിനെതിരായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലി ബൈൻഡിങ് ആണ്. അടുത്ത ടോപ്പിക്കാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം. The memorandum and article of association of every company are required to be registered with the registrar of company. The office of the registrar is a public office and consecutively the memorandum and article on registration become public document. They are open and accessible to all. ഏതൊരു കമ്പനിയുടെ മെമ്മോറാണ്ടം ആണെങ്കിലും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണെങ്കിലും രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കമ്പനി അവരുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ രജിസ്ട്രാറുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ഓഫീസാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രാറുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതോടെ കമ്പനീസിന്റെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസും പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് മാറും. അങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് ആകുമ്പോൾ അത് എല്ലാവർക്കും ആക്സസബിൾ ആവും, എല്ലാവർക്കും അത് നോക്കാനുള്ള അവകാശം കിട്ടും. ദീസ് ഡോക്യുമെന്റ്സ് ആർ ഓപ്പൺ ഫോർ പബ്ലിക് ഇൻസ്പെക്ഷൻ ഓൺ പേയ്മെന്റ് ആൻഡ് therefore it is presumed that everyone dealing with the company, whether a shareholder or an outsider, have read the two documents. This deemed knowledge of the content of these two documents is known as the constructive notice of memorandum and articles. അപ്പോൾ ഈ രണ്ട് ഡോക്യുമെന്റും പബ്ലിക്കിന് ഓപ്പൺ ആണ്, ആർക്ക് വേണേലും ഇത് വന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കമ്പനി ആയിട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും, അതിപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും ഔട്ട്സൈഡേഴ്സ് ആണെങ്കിലും എല്ലാവരും ഈ രണ്ട് ഡോക്യുമെന്റ് നിർബന്ധമായും വായിച്ചിരിക്കണം. അപ്പോൾ ഈ രണ്ട് ഡോക്യുമെന്റിലെയും കണ്ടന്റ്സിനെ പറ്റിയുള്ള ഡീംഡ് നോളജിനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് അല്ലെ ഔട്ട്സൈഡേഴ്സ് ഈ ഒരു ഡോക്യുമെന്റ്സ് വായിച്ചിരുന്നാൽ മാത്രം പോരാ, ആ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം. അതായത് ഇതിലെ കണ്ടന്റ്, മെമ്മോറാണ്ടത്തിലെയും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലെയും കണ്ടന്റ്സ് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന ഔട്ട്സൈഡേഴ്സിന് ഞങ്ങൾക്കിപ്പോൾ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അറിയില്ലായിരുന്നെന്നോ അല്ലെ മെമ്മോറാണ്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അങ്ങനെ ഒരു കമ്പനീനെ പഴിചാരാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കാര്യം അറിയത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് കമ്പനീനെ പഴിചാരാൻ പറ്റത്തില്ല. ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് കമ്പനീസിനെ പഴിചാരുന്നതിൽ നിന്ന് ഈ ഔട്ട്സൈഡേഴ്സിനെ പ്രിവെന്റ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ റൂൾ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നാന്നുള്ളത് നമ്മൾ ഇപ്പൊ കണ്ടു. ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസിനൊരു എക്സെപ്ഷൻ ആണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. എ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദ കമ്പനി ഈസ് deemed to have knowledge of the memorandum and the articles of association of the company, but he is not bound to inquire the internal affairs of the company as to whether they are being conducted in accordance with the article of the company. He has a right to assume that internal proceedings and affairs of the company are being regularly carried on in accordance with the rules and regulations. This limitation to doctrine of constructive notice is called doctrine of indoor management. അതായത് കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തികൾക്ക് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെയും പറ്റി നോളേജ് ഉണ്ടാകാം. പക്ഷെ ഈ കമ്പനിയുടെ ഇന്റേണൽ അഫയേഴ്സ് ഈ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും ഒക്കെ പറഞ്ഞേക്കുന്നത് അനുസരിച്ച് തന്നെയാണോ നടക്കുന്നത് എന്ന് എൻക്വയർ ചെയ്യാൻ ഇവർക്ക് അവകാശമൊന്നുമില്ല. ഇവർക്ക് ഇങ്ങനെ അനുമാനിക്കാം, ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും പറഞ്ഞിരിക്കുന്നത് പോലൊക്കെ തന്നെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്, അങ്ങനെയൊക്കെ ഇവർക്ക് അസ്യൂം ചെയ്യാം. അല്ലാണ്ട് കമ്പനിയുടെ ഇന്റേണൽ അഫയേഴ്സ് എങ്ങനെയാണ്, ഇത് അനുസരിച്ചാണോ നടക്കുന്നതെന്നൊന്നും അന്വേഷിക്കാൻ ഇവർക്ക് അവകാശമില്ല.
ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിന്റെ ഈ ഒരു ലിമിറ്റേഷൻ ആണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് അറിവ് കാണും. പക്ഷേ കമ്പനിയുടെ ഇന്റേണൽ അഫയേഴ്സ് ഇതിൽ പറയുന്ന മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും ഒക്കെ പറയുന്ന റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണോ നടക്കുന്നത് എന്ന് എൻക്വയർ ചെയ്യാനുള്ള അവകാശം ഇവർക്കില്ല. ഇനി അടുത്തതാണ് എക്സെപ്ഷൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഒന്നാമത്തെയാണ് ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, where a person dealing with the company has actual or constructive notice of the irregularity as regards internal management, he cannot claim benefit under the rule of indoor management. This exception may be applicable where the people who claim exception is himself part of the internal procedures. അതായത് കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിൽ നടക്കുന്ന കുറച്ച് ഇറഗുലാരിറ്റീസിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ റൂൾ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് അനുസരിച്ച് അത് വെച്ച് അയാൾക്ക് ബെനിഫിറ്റ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, മെമ്മോറാണ്ടോ ആർട്ടിക്കിൾ അനുസരിച്ച് കമ്പനിയുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഒരാൾക്ക് അറിയാം, പക്ഷേ അത് വെച്ചുകൊണ്ട് കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിനെ പറ്റി എൻക്വയറി നടത്താൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റ് അല്ലെ കമ്പനിയുടെ ഇന്റേണൽ അഫയേഴ്സിൽ എന്തെങ്കിലും കള്ളത്തരം അല്ലെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് ഒരാൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ വെച്ച് അയാൾക്ക് ഒരു ബെനിഫിറ്റും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്താണ് നെഗ്ലിജൻസ്, where a person dealing with the company would discover the irregularity if he had made proper enquiries. He cannot claim the benefit of the rule under the doctrine of indoor management. ഇപ്പോൾ കമ്പനി ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി പ്രോപ്പർ എൻക്വയറീസ് ഒക്കെ നടത്തുവാണെങ്കിൽ കമ്പനി നടക്കുന്ന ഇറഗുലാരിറ്റീസിനെ പറ്റി ഡിസ്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് അനുസരിച്ച് അത് വെച്ചൊരു ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തെയാണ് ആക്ട്സ് വോയിഡ് അബ് ഇനിഷ്യോ ആൻഡ് ഫോർജറി, വെയർ ദ ആക്ട്സ് ഡൺ ഇൻ ദ നെയിം ഓഫ് എ കമ്പനി ആർ വോയിഡ് അബ് ഇനിഷ്യോ, ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഡസ് നോട്ട് അപ്ലൈ. വോയിഡ് അബ് ഇനിഷ്യോ എന്ന് വെച്ചാൽ ഇൻവാലിഡ് ഫ്രം ദ ബിഗിനിങ് എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ നടക്കുന്ന ഒരു ആക്ട് തുടക്കം മുതലേ ഇൻവാലിഡ് ആണ് എങ്കിൽ ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് അപ്ലൈസ് ഓൺലി ടു ദ ഇറഗുലാരിറ്റീസ് ദാറ്റ് അതർവൈസ് മൈറ്റ് എഫക്റ്റ് എ ജെനുവിൻ ട്രാൻസാക്ഷൻ. അതായത് ഒരു ജെനുവിൻ ട്രാൻസാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഇറഗുലാരിറ്റീസിന്റെ കേസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. എ കമ്പനി ക്യാൻ നെവർ ബി ബൗണ്ട് ബൈ ഫോർജറീസ് കമ്മിറ്റഡ് ബൈ ഇറ്റ്സ് ഓഫീസേഴ്സ്. ഇപ്പോൾ കമ്പനിയിലെ ഓഫീസേഴ്സ് കള്ളയൊപ്പൊക്കെ ഇട്ട് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുവാണെങ്കിൽ ഒരിക്കലും കമ്പനി അതിൽ ബൗണ്ട് ആകത്തില്ല, കമ്പനിക്ക് അതിലൊരു ബാധ്യത ഉണ്ടാകത്തില്ല. അടുത്താണ് agent acting outside the scope of his authority. If an agent of a company enters into a contract with a third party and if the act of the agent is beyond the scope of his authority, the company is not bound. അതായത് കമ്പനിയിലെ ഏജന്റ് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു ആൻഡ് അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത് അയാളുടെ അധികാരത്തിന്റെ ബിയോണ്ട് ആണ്, അയാളുടെ അധികാരത്തിൽ കൂടുതലുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്പനിക്ക് അതിൽ യാതൊരു ബാധ്യതയും കാണത്തില്ല. അടുത്താണ് നോ നോളജ് ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ ആർട്ടിക്കിൾസ്. എ പേഴ്സൺ ഹു ഹാസ് നോട്ട് ആക്ച്വലി റീഡ് ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് എ കമ്പനി ആൻഡ് ഹു ഹാസ് നോട്ട് അറ്റ് ദ ടൈം ഹി എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ട് വാസ് അവെയർ ഓഫ് ദെയർ കണ്ടന്റ് cannot seek to rely on a statement contained in it. അതായത് ഇപ്പോൾ കമ്പനിയുടെ മെമ്മോറണ്ടവും ആർട്ടിക്കിളും ഒന്നും കൃത്യമായിട്ട് വായിക്കാതെ അല്ല അതിൽ പറഞ്ഞേക്കുന്ന കണ്ടന്റ്സിനെ പറ്റിയൊന്നും ഒരു നോളജും ഇല്ലാതെ ഒരാൾ കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ അയാൾക്ക് ആ മെമ്മോറാണ്ടോ അല്ലെ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്താണ് കൺവേർഷൻ ഓഫ് കമ്പനീസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തെ രീതി എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീനെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ജനറൽ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി കമ്പനീസ് ആക്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
A company of any class registered under the Act may convert itself as a company of another class by alteration of memorandum and article. അപ്പോൾ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു കമ്പനിയെ മറ്റൊരു ക്ലാസ്സിലേക്ക് എപ്പോൾ വേണേലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഇത് മാത്രം ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും ഓൾട്രേഷൻ വരുത്തിയാൽ മതി. അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള കമ്പനീനെ മറ്റൊരു ക്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെയാണ് ദ കമ്പനി ഷുഡ് ഓൾട്ടർ ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ so as to fit into the norms regarding the memorandum and article of the company which is desired to convert into. ഇപ്പോൾ ഒരു ക്ലാസ്സിലുള്ള കമ്പനീനെ ഏതൊരു ക്ലാസ് കമ്പനി ആയിട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ക്ലാസ് ഓഫ് കമ്പനീസിന്റെ നോംസ് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നിലവിലുള്ള കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ഓൾട്ടർ ചെയ്യണം. രണ്ടാമത്തെയാണ് ദ കമ്പനി ഹാസ് ടു ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ കൺവേർഷൻ ടു ദ രജിസ്ട്രാർ. അപ്പോൾ ഒരു കമ്പനിക്ക് അങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവർ രജിസ്ട്രാറുടെ അടുത്ത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കണം. അടുത്താണ് if the registrar is satisfied that the norms regarding conversion is satisfied, he may close the former registration of the company and after registering the memorandum and articles issues a certificate of incorporation in the same manner as its first registration. അപ്പം രജിസ്ട്രാർ ഈ നോംസ് ഒക്കെ നോക്കും. കൺവേർഷൻ്റെ നോംസിൽ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ കമ്പനി, അതായത് കൺവേർട്ട് ചെയ്യപ്പെടുന്ന കമ്പനിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പുതിയ ക്ലാസ് ഓഫ് കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും രജിസ്റ്റർ ചെയ്യും. അതോടൊപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ സാധാരണയായിട്ട് ഈ 3 സ്റ്റെപ്സ് ആണ് ഒരു ക്ലാസ് ഓഫ് കമ്പനീനെ മറ്റൊരു ക്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു പബ്ലിക് കമ്പനീനെ പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റുന്ന രീതിയാണെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പും കൂടെ അഡീഷണൽ ആയിട്ട് വരും. പബ്ലിക് കമ്പനീനെ പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രം ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ ആയിട്ട് വരും. അതെന്താന്ന് വെച്ചാൽ ദ കമ്പനി ഹാസ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ ട്രൈബ്യൂണൽ ഫോർ അപ്രൂവൽ. After getting the approval, the company has to approach the registrar for getting the fresh certificate of incorporation. അപ്പോൾ ഒരു പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കി മാറ്റുന്ന സിറ്റുവേഷൻ ആണ് എങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ ആയിട്ട് വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം ആൻഡ് ട്രൈബ്യൂണൽ അത് അപ്രൂവ് ചെയ്യണം. അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അപ്രൂവൽ ലെറ്ററിൻ്റെ ഒരു കോപ്പിയും കൂടെ രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു കമ്പനീനെ മറ്റൊരു ക്ലാസ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലുമാണ് മാറ്റം വരുത്തേണ്ടത്. ഏതൊരു ക്ലാസ് ഓഫ് കമ്പനി ആയിട്ടാണ് അവർ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ആ ക്ലാസ് ഓഫ് കമ്പനീസിൻ്റെ നോംസിന് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ആദ്യം തന്നെ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും മാറ്റങ്ങൾ വരുത്തണം. അതിനുശേഷം രജിസ്ട്രാറുടെ അടുത്ത് ഈ കൺവേർഷന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. രജിസ്ട്രാർ ആ ആപ്ലിക്കേഷനൊക്കെ വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആദ്യത്തെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. പക്ഷേ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഈ ഒരു പ്രോസസ്സിന് ട്രിബ്യൂണലിൻ്റെ അപ്രൂവലും കൂടെ കിട്ടണം. ഇങ്ങനെ ഇപ്പം ഒരു ക്ലാസ് ഓഫ് കമ്പനീനെ മറ്റൊരു ക്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരിക്കലും ആ കമ്പനിയുടെ നിലവിലുള്ള ഡെബ്സിനെയോ ലയബിലിറ്റീസിനെയോ ഒബ്ലിഗേഷൻസിനെയോ കോൺട്രാക്ട്സിനെയോ ഒന്നും ബാധിക്കത്തില്ല. അത് കമ്പനീസ് ആക്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കൺവേർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയേണ്ടത്. ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്